ഈ ലോകത്തിൽ ശരിക്കും ഒന്നിനും ഒരു മീനിങ് ഇല്ല എന്ന് വിചാരിക്കാം. ജീവിതത്തിനും ഒരു മീനിങ്ങും ഇല്ല. വാസ്തവത്തിൽ മീനിങ് നമ്മൾ കൊടുക്കുന്നതാണ്. മനുഷ്യൻ മീനിങ് ഒക്കെ ഉണ്ടാക്കുന്നതിന് മുൻപ് ലാംഗ്വേജ് ഉണ്ടാക്കിയിട്ടുണ്ടാവണം. ഉറപ്പല്ലേ? നമ്മൾ ലാംഗ്വേജ് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്ന് സങ്കല്പിച്ച് നോക്കുക. നമ്മളൊക്കെ ഒരു ട്രൈബുകളായിട്ട് ഗോത്രങ്ങളായിട്ട് ഇങ്ങനെ എന്നൊക്കെ സംസാരിക്കുന്ന ഒരു കാലഘട്ടം. ഒന്നിനും മീനിങ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് കണ്ടുപിടിച്ചത് ഒരു മൃഗത്തെ വേട്ടയാടാൻ വേണ്ടി ഗ്രൂപ്പായിട്ട് ഒരു എഫർട്ടൊക്കെ വേണ്ടിവരുമല്ലോ. അപ്പോൾ നീ അവിടെ നിൽക്ക് ഇവിടെ നിൽക്ക് എന്നൊക്കെ പറയാൻ, ഇങ്ങനത്തെ പല ആവശ്യങ്ങൾക്കൊക്കെ ആയിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവുക. ലാംഗ്വേജൊക്കെ ഡെവലപ്പ് ആയിട്ടുണ്ടാവുക. ചെറിയ ക്ലാസ്സുകളിലായിരുന്നു. അപ്പോൾ ഒരു മലയാളം പഠിക്കുന്ന കാലത്ത് പോലും നമ്മൾ ഓരോന്നിൻ്റെയും അർത്ഥം പഠിക്കുമായിരുന്നു, അല്ലേ? അർത്ഥം എഴുതുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിൻ്റെ മീനിങ് എഴുതുക എന്ന് പറയും. അങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെയും മീനിങ് ഇങ്ങനെ ടീച്ച് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ വസ്തുക്കൾക്ക് മീനിങ് ഉണ്ടാവാൻ തുടങ്ങിയത്. അതിന് മുമ്പ് നമ്മളൊരു കുഞ്ഞുവാവായിരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾക്ക് മീനിങ് ഉണ്ടോ? ഇല്ല. ബട്ട് വി ആർ എക്സ്പീരിയൻസിങ് ഇറ്റ്. മീനിങ് ഇല്ലെങ്കിലും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ ഒന്നിൻ്റെ മീനിങ് അറിയേണ്ട ആവശ്യമില്ല. അപ്പം എനിക്കെപ്പോഴും തോന്നാറുള്ളൊരു കാര്യമാണ്, മനുഷ്യനിട്ട മീനിങ് അല്ലാതെ, മനുഷ്യൻ നൽകിയ മീനിങ് അല്ലാതെ ഈ നേച്ചറിൽ അല്ലെങ്കിൽ ഈ ലൈഫിൽ എന്തിനെങ്കിലും ഒരു മീനിങ് ഉണ്ടോ? മനുഷ്യൻ ഒഴികെയുള്ള മറ്റു ജീവജാലങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടല്ലോ. അതെ. അവർക്കൊക്കെ ഈ ഭൂമി എന്തിനു നിലനിൽക്കുന്നു, എൻ്റെ ജീവിതം എന്തിനു നിലനിൽക്കുന്നു എന്ന അതിൻ്റെ ഒരു മീനിങ് വേണമെന്ന വാശി ആ ജീവജാലങ്ങൾക്ക് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടോ? മനുഷ്യൻ്റെ ഒരു അനാവശ്യമായ ഒരാവശ്യമായി മാറിയിരിക്കുകയാണ് വാസ്തവത്തിൽ ഈ മീനിങ് തേടൽ. അതുകൊണ്ട് ഞാനിതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. നിങ്ങൾക്ക് ഒന്നുകിൽ ജീവിതത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അർത്ഥം തേടാൻ പറ്റും. രണ്ടും കൂടെ പറ്റില്ല.